ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതകൾ എന്നുള്ള വിഷയത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ക്രിസ്തുവിൻ്റെ മൂന്നാമത്തെ പ്രത്യക്ഷത, മനുഷ്യന് താൻ മൂന്നാമത് ദർശനം നൽകിയതാണ് നാം ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നത്. അതിനാധാരമായി ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായത്തിൻ്റെ 9 മുതലുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാലും, നോഹയുടെ വംശപാരമ്പര്യം എന്തെന്നാൽ നോഹ നീതിമാനും തൻ്റെ തലമുറയിൽ നിഷ്കളങ്കരുമായിരുന്നു. നോഹ ദൈവത്തോടു കൂടെ നടന്നു. ഷേം, ഹാം, യാഫേത്ത് എന്ന 3 പുത്രന്മാരെ നോഹ ജനിപ്പിച്ചു. എന്നാൽ ഭൂമി ദൈവത്തിനു മുമ്പാകെ വഷളായി, ഭൂമി അതിക്രമം കൊണ്ട് നിറഞ്ഞിരുന്നു. ദൈവം ഭൂമിയെ നോക്കി അത് വഷളായി എന്ന് കണ്ടു. സകല ജഡവും ഭൂമിയിൽ തൻ്റെ വഴി വഷളാക്കിയിരുന്നു. ദൈവം നോഹയോട് കൽപ്പിച്ചതെന്തെന്നാൽ, സകല ജഡത്തിൻ്റെയും അവസാനം എൻ്റെ മുമ്പിൽ വന്നിരിക്കുന്നു. ഭൂമി അതിക്രമം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ഞാൻ അവരെ ഭൂമിയോടുകൂടി നശിപ്പിക്കും. നീ ഗോഫർ മരം കൊണ്ട് ഒരു പെട്ടകം ഉണ്ടാക്കുക. പെട്ടകത്തിന് അറകൾ ഉണ്ടാക്കി അകത്തും പുറത്തും കീൽ തേക്കണം. അത് ഉണ്ടാക്കേണ്ടത് എങ്ങനെയെന്നാൽ, പെട്ടകത്തിന് നീളം 300 മുഴം, വീതി 50 മുഴം, ഉയരം 30 മുഴം. പെട്ടകത്തിന് ഒരു കിളിവാതിൽ ഉണ്ടാക്കണം. മേലിൽ നിന്ന് 1 മുഴം താഴെ അതിനെ വയ്ക്കണം. പെട്ടകത്തിൻ്റെ വാതിൽ അതിൻ്റെ വശത്ത് ആയിരിക്കണം. താഴത്തെയും 2-ാമത്തെയും 3-ാമത്തെയും തട്ടായിട്ട് അതിനെ ഉണ്ടാക്കണം. ആകാശത്തിന് കീഴിൽ നിന്നും ജീവശ്വാസമുള്ള സർവ്വ ജഡത്തെയും നശിപ്പിപ്പാൻ ഞാൻ ഭൂമിയിൽ ഒരു ജലപ്രളയം വരുത്തും. ഭൂമിയിൽ ഉള്ളതൊക്കെയും നശിച്ചു പോകും. നിന്നോടോ ഞാനൊരു നിയമം ചെയ്യും. നീയും നിൻ്റെ പുത്രന്മാരും ഭാര്യയും പുത്രന്മാരുടെ ഭാര്യമാരും പെട്ടകത്തിൽ കടക്കണം. സകല ജീവികളിൽ നിന്നും സർവ്വജഡത്തിൽ നിന്നും ഈരണ്ടിനെ നിന്നോടുകൂടെ ജീവരക്ഷയ്ക്കായിട്ട് പെട്ടകത്തിൽ കയറ്റണം. അവ ആണും പെണ്ണുമായിരിക്കണം. അതത് തരം പക്ഷികളിൽ നിന്നും അതത് തരം മൃഗങ്ങളിൽ നിന്നും ഭൂമിയിലെ അതത് തരം ഇഴജാതികളിൽ നിന്നൊക്കെയും 2 വീതം ജീവരക്ഷയ്ക്കായിട്ട് നിൻ്റെ അടുക്കൽ വരേണം. നീയോ സകല ഭക്ഷണ സാധനങ്ങളിൽ നിന്നും വേണ്ടുന്നത് എടുത്ത് സംഗ്രഹിച്ച് കൊള്ളേണം. അത് നിനക്കും അവയ്ക്കും ആഹാരം ആയിരിക്കണം. ദൈവം തന്നോട് കൽപ്പിച്ചതൊക്കെ നോഹ ചെയ്തു. അങ്ങനെ തന്നെ അവൻ ചെയ്തു. വേദപുസ്തകം പറയുന്നത് ദൈവം അദൃശ്യനാണ്, ആരും കാണാത്തവനാണ്, കാണുവാൻ കഴിയാത്തവനാണ് എന്നാണ്. പക്ഷേ എങ്ങനെ ആളുകൾ ദൈവത്തോട് സംസാരിച്ചു? ദൈവം അവർക്ക് മാർഗനിർദ്ദേശം നൽകുന്നു. ഇതൊക്കെ എന്താണ് എന്നൊരു സംശയമുണ്ടാകാം. പ്രിയപ്പെട്ടവരെ, ആളുകൾ ദൈവത്തെ കണ്ടു എന്ന് പറയുന്നത് യേശുവിനെയാണ്, ക്രിസ്തുവിനെയാണ്. കാരണം യേശുവാണ് ദൈവത്തിൻ്റെ വെളിപ്പാട്. യേശുവിൻ്റെ പേര് വചനമെന്നാണ്. വചനമെന്ന മലയാളത്തിൽ തർജ്ജമ ചെയ്തിട്ടുള്ള ആ വാക്കിൻ്റെ മൂലഭാഷയിലുള്ള അർത്ഥം ദൈവ വെളിപ്പാടിൻ്റെ ആളത്വമെന്നാണ്. ദൈവത്തെ വെളിപ്പെടുത്തുന്നവനാണ്, അതായത് യേശു അല്ലെങ്കിൽ പുത്രൻ തമ്പുരാൻ. ഭാവിയിൽ മനുഷ്യനാകാൻ പോകുന്ന ആ ദൈവത്തിൻ്റെ സ്നേഹം വെളിപ്പെടുത്തി രക്ഷിക്കുന്ന ആ പുത്രൻ തമ്പുരാൻ ഭൂമിയിൽ വരുന്നതിന് മുമ്പും അതിൻ്റെ നിഴലുകൾ എന്ന നിലയിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. ആ ക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതകളാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. യോഹന്നാൻ്റെ സുവിശേഷം 1:6 വായിക്കുന്നത്, സത്യവെളിച്ചം ലോകത്തിലേക്ക് വന്നുകൊണ്ടിരുന്നു. ഏദൻ തോട്ടത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചതും മനുഷ്യനോട് സംസാരിച്ചതും യേശുവാണ്. അതുപോലെ കായീനോട് ഹാബേലിനോടും സംസാരിച്ചതും അവരുടെ വഴിപാട് സ്വീകരിച്ചതും ക്രിസ്തുവാണ്. ഇന്ന് നാം ചിന്തിക്കാൻ പോകുന്നത് നോഹയുടെ കാര്യമാണ്. ആദാമിന് ഹാബേലിന് ശേഷം ശേത്ത് എന്നൊരു മകനുണ്ടായി. ആ ശേത്തിൻ്റെ വംശപാരമ്പര്യത്തിൽ 10-ാം തലമുറക്കാരനാണ് നോഹ. ശേത്ത്, ഏനോശ്, കെയ്നാൻ, മഹലലേൽ, യാരേദ്, ഹാനോക്ക്, മെഥൂശലേക്ക്, ലാമേക്ക്, നോഹ. എന്നാൽ ആ ആരാധനയുള്ള ജനപദത്തിന് സമാന്തരമായി കായീൻ്റെ വംശക്കാരും ഉണ്ട്. അവർക്ക് ആരാധനയില്ല. അവർ വഷളന്മാരാണ്.
മത്സരികളാണ്. എന്നാൽ നോഹയുടെ കാലമായപ്പോൾ സംഭവിച്ചത് ജനം മിങ്കിൾ ചെയ്യാനിടയായി. ആരാധനയുള്ള ദൈവമക്കളായ ശേത്തിൻ്റെ സന്തതി പരമ്പരകൾ അവർ നോഹയുടെ കാലത്ത് കായീൻ്റെ വംശക്കാരെ വിവാഹം കഴിക്കാൻ തയ്യാറായി. തിരിച്ചും ഈ കായീൻ്റെ വംശക്കാർ ഈ ദൈവമക്കളെ ശേത്തിൻ്റെ വംശക്കാരെ വിവാഹം കഴിക്കാനിടയിൽ യേശു പറഞ്ഞു, അന്ന് മനുഷ്യൻ വിറ്റും നട്ടും വിവാഹം കഴിച്ചും വിവാഹത്തിന് കൊടുത്തും പോന്നു, കഴിക്കുകയും ചെയ്തു, കൊടുക്കുകയും ചെയ്തു. ജലപ്രളയം വന്നു, അവരെ നീക്കിക്കളഞ്ഞു എന്നാണ്. അപ്പോൾ അക്കാലത്തെ മനുഷ്യൻ്റെ ദൈവത്തെ ഏറ്റവും കോപിപ്പിച്ച പാപം എന്ന് പറയുന്നത് ഈ ഇല്ലീഗൽ വിവാഹമായിരുന്നു. കാരണം ദൈവമക്കളെ മാത്രമേ വിവാഹം കഴിക്കാവൂ. ആരാധനയുള്ളവർ വിവാഹം കഴിക്കാവൂ. പാട്ടും പ്രാർത്ഥനയുമുള്ള ദൈവഭക്തിയുള്ള ക്രിസ്തുവിൽ വിശ്വാസമുള്ള ആളുകൾ, അതേ വിശ്വാസമുള്ള ആളുകളെ മാത്രമേ വിവാഹം കഴിക്കാവൂ. അല്ലാതെ വിവാഹത്തിലൂടെ നമുക്ക് അവരെ നല്ലവരാക്കാനായിട്ടൊന്നും സാധിക്കുകയില്ല. ദൈവം അവരിൽ പ്രസാദിച്ച് ദൈവമക്കളാക്കി മാറ്റിയിട്ടുണ്ടെങ്കിൽ അവരെ വേണം കല്യാണം കഴിക്കാൻ. പ്രത്യേകിച്ച് അതിൽ ദൈവഹിതം, അതിലാരെയാണ് ദൈവം നിയമിച്ചിട്ടുള്ളത് അവരെ കണ്ടെത്തി അങ്ങനെ ഉള്ള കുടുംബത്തിലാണ് കർത്താവ് വസിക്കുന്നത്. പക്ഷെ നോഹയുടെ കാലത്തെ ജനം മിങ്കിൾ ചെയ്തു. അതിനാൽ അവരെ നശിപ്പിക്കാൻ ദൈവം തീരുമാനിച്ചു. പക്ഷേ നോഹയെക്കുറിച്ച് നമ്മൾ വായിച്ചത് നോഹ നീതിമാനായിരുന്നു, നോഹ ദൈവത്തോടു കൂടെ നടന്നു എന്നാണ്. ദൈവത്തോടു കൂടെ നടന്നു എന്നുള്ളതിൻ്റെ ഒരർത്ഥം മനുഷ്യൻ്റെ അക്കാലത്തെ സംസ്കാരത്തെ അനുകരിക്കുകയല്ല നോഹ ചെയ്തത് എന്നാണ്. ചുരുക്കി പറഞ്ഞാൽ നോഹ കല്യാണം കഴിച്ചത് ഒരു വിശ്വാസിയെ, നോഹയുടെ 3 ആൺമക്കൾ കല്യാണം കഴിച്ചത് വിശ്വാസികളെ. അതുകൊണ്ട് നോഹയോട് ദൈവത്തിന് പ്രീതി തോന്നി. ദൈവം നോഹയ്ക്ക് പ്രത്യക്ഷപ്പെട്ടു. നമ്മുടെ വിഷയം ദൈവത്തിൻ്റെ പ്രത്യക്ഷതയാണല്ലോ. അപ്പോൾ നോഹയ്ക്ക് പ്രത്യക്ഷപ്പെട്ട് പറയുകയാണ്, നീ ഒരു പെട്ടകം ഉണ്ടാക്കണം. പെട്ടകം മുഴുവൻ ഗോഫേർ മരം കൊണ്ടായിരിക്കണം. 300 മുഴം നീളം, 50 മുഴം വീതി, 30 മുഴം ഉയരം, 3 തട്ടുകൾ, മുഴുവൻ അറകൾ അകത്തും പുറത്തും കീൽ തേക്കണം. വശത്ത് ഒരു വാതിൽ, മുകളിൽ 1 മുഴം താഴെ ഒരു കിളിവാതിൽ. പക്ഷികളെ മൃഗങ്ങളെ അകത്ത് കയറ്റണം. ശുദ്ധിയുള്ളതിനെ 7 ജോഡി, ശുദ്ധിയില്ലാത്തതിനെ 1 ജോഡി. ഇതിനുള്ള ഭക്ഷണങ്ങളും കരുതിക്കോണം. പഴയ നിയമത്തിൽ പറഞ്ഞിട്ടില്ലെങ്കിലും പുതിയ നിയമത്തിൽ എഴുതിയിട്ടുണ്ട് നീതിപ്രസംഗിയായ നോഹ എന്ന്. അതുപോലെ പത്രോസിൻ്റെ ലേഖനത്തിൽ 3-ാം അധ്യായം 18, 19, 20 വാക്യങ്ങളിൽ വായിക്കുന്നത്, അതിനാലല്ലോ മരിച്ചവരോടും സുവിശേഷം അറിയിച്ചത്, ആത്മാവിൽ അവൻ ചെന്ന് പണ്ട് നോഹയുടെ കാലത്ത് പെട്ടകം ഒരുക്കുന്ന സമയം ദൈവം ദീർഘക്ഷമയോടെ കാത്തിരിക്കുമ്പോൾ അനുസരിക്കാത്തവരായി തടവിലുള്ളവരോട് പ്രസംഗിച്ചു. ആ പെട്ടകത്തിൽ അല്പജനം എന്ന് വെച്ചാൽ 8 പേർ വെള്ളത്തിൽ കൂടെ രക്ഷഭാവിച്ചു, സ്നാനത്തിനൊരു മുൻകുറി. അപ്പോൾ നോഹയുടെ കാലത്ത് ക്രിസ്തു നോഹയോട് കൂടെ ഇരുന്ന് പ്രസംഗിച്ചു എന്നാണ്. അതായത് കർത്താവ് ഉയർത്ത ശേഷം ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ പുറപ്പെടുന്ന സകലരോടും പ്രസംഗിക്കുക, വിശ്വസിക്കുന്നവരെ സ്നാനപ്പെടുത്തുക, ഞാൻ നിങ്ങളോട് കൽപ്പിച്ചെല്ലാം ഉപദേശിച്ചവരെ ശിഷ്യരാക്കുക. നാം തുടർന്ന് വായിക്കുന്നത്, അവർ പുറപ്പെട്ട എല്ലായിടവും പ്രസംഗിച്ചു, അവൻ അവരോട് കൂടെ ഇരുന്ന് അടയാളങ്ങളാൽ വചനത്തെ ഉറപ്പിച്ചു പോന്നു എന്നാണ്. മർക്കൂസിൻ്റെ സുവിശേഷം 16-ാം അധ്യായത്തിൽ അതുണ്ട്. കാരണം യേശു വാഗ്ദാനം ചെയ്യുന്നു, ഞാനോ ലോകാവസാനത്തോ എല്ലാ നാളും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കുമെന്ന്. ഇവിടെ നോഹയുടെ കാലത്ത് യേശു നോഹയോട് കൂടെ, കാരണം പത്രോസ് ലേഖനത്തിലൊരു വാക്യമുണ്ട്, അവരിലുള്ള ക്രിസ്തുവിൻ്റെ ആത്മാവ് ക്രിസ്തുവിന് വരേണ്ടിയ കഷ്ടങ്ങളോ പിൻവരുന്ന മഹിമയും മുമ്പിൽ കൂട്ടി സാക്ഷീകരിച്ചു എന്ന്. അവരിലുള്ള ക്രിസ്തുവിന് ആത്മാവ്, അതായത് നോഹയോടുകൂടെ അദൃശ്യനായ യേശു, അല്ലെങ്കിൽ യേശു ആത്മാവിൽ അദൃശ്യനായി വ്യാപരിച്ചിട്ട് എന്തു ചെയ്തു? പ്രസംഗിച്ചു. കുറേ വർഷങ്ങൾ, 10-25 വർഷമെങ്കിലും പ്രസംഗിച്ച് കാണുമെന്ന് സ്കോളേഴ്സ് പറയുന്നു. പ്രിയപ്പെട്ടവരെ, ദൈവം പറഞ്ഞത് അങ്ങനെ തന്നെ നോഹ വിശ്വസിക്കുകയും അനുസരിക്കുകയും ചെയ്തു. നോഹ പെട്ടകം പണിയോടുകൂടെ പ്രസംഗവും നടത്തി. പക്ഷേ ജനങ്ങൾ ഒരാളും വിശ്വസിക്കാൻ തയ്യാറായില്ല.
വളരെ വർഷങ്ങൾ പ്രസംഗിച്ചെങ്കിലും വിശ്വസിക്കാൻ തയ്യാറായില്ല. പക്ഷേ നോഹയും കുടുംബവും ദൈവം പറഞ്ഞ സമയത്ത് പെട്ടകത്തിൽ കയറി. യഹോവ വാതിലടച്ചു. 40 പകൽ 40 രാവും മഴ പെയ്തു. വെള്ളം പൊങ്ങാൻ തുടങ്ങി. 150 ദിവസം വെള്ളം പൊങ്ങി. അതായത് അന്നത്തെ ഏറ്റവും വലിയ പർവ്വതത്തിൻ്റെ മുയിലെ 10 മുഴവും കൂടെ വെള്ളം പൊങ്ങി. പിന്നെ വെള്ളം താഴാൻ തുടങ്ങി. 150 ദിവസം വെള്ളം താണു. 7-ാം മാസം 17-ാം തീയതി പെട്ടകം അറാറാത്ത് പർവ്വതത്തിൽ ഉറച്ചു. പിന്നെയും വെള്ളം താണു. 1 വർഷം കഴിഞ്ഞപ്പോൾ വെള്ളം വറ്റിത്തുടങ്ങി. എന്നാൽ ഉണങ്ങിയില്ല. 601-ാം സംവത്സരം 1 വർഷം കഴിഞ്ഞ് 10-17 ദിവസം കഴിഞ്ഞാണ് ദൈവം ഇവരെ പെട്ടകത്തിൽ നിന്ന് ഇറക്കുന്നത്. 1 വർഷവും 17 ദിവസവും അവർ പെട്ടകത്തിൽ കഴിയുവാൻ ഇടയായി. പെട്ടകത്തിൽ നിന്ന് അവരിറങ്ങി ദൈവത്തെ ആരാധിച്ചു. ദൈവങ്ങളുടെ ആരാധന സ്വീകരിച്ച് അവരെ അനുഗ്രഹിച്ചു. ഇവിടെ ഒരു ഒളിഞ്ഞു കിടക്കുന്നൊരു ആത്മീയ സത്യമുണ്ട്. അതായത് ജനം വഷളായി നരകവിധിക്ക് യോഗ്യരായി. ദൈവം പറഞ്ഞ് രക്ഷാമാർഗമായ ഒരു പെട്ടകം ഒരുക്കി ആ പെട്ടകത്തിൽ കയറുക. ഏകവാതിലുള്ള പെട്ടകം ക്രിസ്തുവിനെ കാണിക്കുന്നു. പെട്ടകത്തിൽ കയറി അവർക്ക് പിന്നീടുണ്ടായത് ജലപ്രളയമാണ്. അത് സ്നാനത്തെ കാണിക്കുന്നു. അതിനുശേഷം അവർ പെട്ടകത്തിൽ നിന്ന് ഇറങ്ങി അറാറാത്തിൽ ഇറങ്ങി ആരാധിക്കുന്നു. അപ്പോൾ മാനസാന്തരം, യേശുവിലെ വിശ്വാസം, സ്നാനം, ആരാധന. ഇനി ഇസ്രായേൽ മക്കളുടെ അനുഭവം നമുക്ക് നോക്കാം. അവർ മിസ്രൈമിലായിരുന്നു. പെസഹ കുഞ്ഞാടിൻ്റെ ചോരയാൽ അവർക്ക് നിയമപരമായ വിടുതലുണ്ടായി. ഫറവോൻ അനുവദിച്ചു. അവരെങ്ങോട്ടാണ് പോയത്? ചെങ്കടലിലേക്ക്. ചെങ്കടൽ സ്നാനത്തെ കാണിക്കുന്നു. പിന്നീട് സ്നാനം കഴിഞ്ഞ് അവർ മരുഭൂമിയിലെത്തി ദൈവത്തെ ആരാധിക്കുന്നു. അപ്പോൾ പെസഹ കുഞ്ഞാടിൻ്റെ ചോരയാൽ രക്ഷിക്കപ്പെടുന്നു. അവർ ചെങ്കടലാകുന്ന സ്നാനത്തിലൂടെ കടന്ന് മരുഭൂമിയിലെത്തി ആരാധിക്കുന്നു. ഇന്നും അതുതന്നെയാണ് വേണ്ടത്. പെന്തക്കോസ്ത് നാളിൽ പത്രോസിൻ്റെ പ്രസംഗം കേട്ട ആളുകൾ മാനസാന്തരപ്പെട്ടു, തുറന്ന് സ്നാനപ്പെട്ടു. അവർ അപ്പോസ്തലരുടെ ഉപദേശം കേട്ട് അപ്പം നുറുക്കി പോന്നു എന്നാണ് വായിക്കുന്നത്. ഇന്നും അതുതന്നെയാണ് വേണ്ടത്. അല്ലാതെ കായിനെ പോലെ ഞാൻ ദൈവമകനാണെന്ന് പറയരുത്. അബേലിനെ പോലെ പാപമോചനത്തിനായിട്ട് വഴിപാട് കഴിക്കാൻ എന്ന് പറഞ്ഞാൽ യേശുവിൻ്റെ നിഴലായ വഴിപാട് കഴിക്കാൻ തയ്യാറാകണം. തുടർന്ന് വേണം ആരാധിക്കാൻ. അതാണ് നോഹയുടെ കാര്യത്തിൽ കണ്ടത്. നോഹയും കുടുംബവും കർത്താവിനെ വിശ്വസിച്ചു. അതിൻ്റെ തെളിവായിട്ട് അവർ പെട്ടകത്തിൽ കയറി. ജലപ്രളയം ഉണ്ടായി. അതിലൂടെ കടന്നു. അത് സ്നാനത്തെ കാണിക്കുന്നു. അറാറാത്തിലെത്തി അവർ ദൈവത്തെ ആരാധിച്ചു. ദൈവം അവരെ അനുഗ്രഹിക്കുക. അപ്പോൾ നോഹയ്ക്ക് വേണ്ടി ദൈവം ഈ നിയോഗം നൽകാൻ പ്രത്യക്ഷപ്പെട്ടു. പിന്നീട് നോഹയുടെ ആരാധന സ്വീകരിക്കുവാൻ ദൈവം പ്രത്യക്ഷപ്പെട്ടു. ദൈവം പറയുകയാണ്, ഇനി ഞാൻ ജലപ്രളയം കൊണ്ട് നശിപ്പിക്കത്തില്ല. അതിൻ്റെ അടയാളമായി ഞാനിതാ ആകാശത്തിൽ വില്ല് വയ്ക്കുന്നു. വില്ല് മാത്രമേ ഉള്ളൂ, അമ്പില്ല. അമ്പുണ്ടെങ്കിൽ അത് ന്യായവിധിയെ കാണിക്കുന്നു. പക്ഷേ വില്ല് അമ്പെയ്ത്ത് കഴിഞ്ഞു, ന്യായവിധി കഴിഞ്ഞു എന്ന് കാണിക്കുന്നു. നോഹയ്ക്ക് ദൈവം പ്രത്യക്ഷപ്പെട്ടു. ആത്മരക്ഷയുടെ വലിയ പാഠം നമുക്ക് തരുവാൻ, ആരാധനയുടെ വലിയ പാഠം നമുക്ക് തരാൻ ദൈവം നോഹയ്ക്ക് പ്രത്യക്ഷപ്പെട്ടു. അത് വേറെ ആരും ആയിരുന്നില്ല, നമ്മുടെ കർത്താവായ യേശു ആയിരുന്നു എന്ന് പത്രോസിൻ്റെ ലേഖനത്തിൽ വ്യക്തമായിട്ട് എഴുതിയിരിക്കുന്നു. 3-ാം അധ്യായത്തിൻ്റെ 19-ാം വാക്യം. ആത്മാവിൽ അവൻ ചെന്ന് പണ്ട് നോഹയുടെ കാലത്ത് പെട്ടകം ഒരുക്കുന്ന സമയം അനുസരിക്കാത്തവരായി തടവിലുള്ള ആത്മാക്കളോട് പ്രസംഗിച്ചു. യേശു അദൃശ്യനായി ചെന്ന് നോഹയോടുകൂടെ പ്രസംഗിച്ചു എന്നാണ് നമ്മൾ വായിക്കുന്നത്. പക്ഷേ ചില ആളുകൾ ഈ വാക്യത്തെ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. അവർ പറയുന്നത് യേശു ഉയർത്ത ശേഷം പാതാളത്തിൽ ചെന്നിട്ട് നോഹയുടെ കാലത്തെ മനുഷ്യരെയൊക്കെ വിളിച്ചു വരുത്തിയിട്ട് അവരോട് സുവിശേഷം പറഞ്ഞു എന്നാണ്. പക്ഷേ അത് ബൈബിളിൻ്റെ പൊതു സ്വഭാവത്തിന് ചേരുന്നതല്ല. കാരണം മനുഷ്യൻ ജീവിച്ചിരിക്കുമ്പോൾ ഒന്നുകിൽ മനസാക്ഷികളുടെ ദൈവം അവരോട് സംസാരിക്കുന്നു, അല്ലെങ്കിൽ ന്യായപ്രമാണത്തിലൂടെ ദൈവം സംസാരിക്കുന്നു, അല്ലെങ്കിൽ സുവിശേഷത്തിലൂടെ ദൈവം സംസാരിക്കുന്നു. അത് അനുസരിക്കാതിരുന്നാൽ പിന്നീട് മരണശേഷം അവർക്കൊരു ചാൻസ്
അത് ബൈബിളിന് നിരക്കുന്ന ഒരു കാര്യം അല്ല. രണ്ടാമത്തെ കാര്യം, യേശു മരിച്ചിട്ട് ശവക്കല്ലറയിൽ യേശുവിൻ്റെ ശരീരം പോയി എന്നുള്ളത് ശരിയാണ്. പക്ഷേ മനുഷ്യാത്മാക്കൾ ഈ മണ്ണിലല്ല. നോഹയുടെ കാലത്തെ ജനങ്ങളായാലും ഏത് കാലത്തെ ജനമായാലും ഈ മണ്ണിനടിയിലല്ല. അവർ ക്രിസ്തുവിൻ്റെ അടുക്കലാണ്. വിട്ടുപിരിഞ്ഞാൽ ക്രിസ്തുവിനോട് കൂടെ എന്നാണ്. അവിടെ 2 സ്ഥലമുണ്ട്. ധനവാൻ പോയ പാതാളം താഴത്തെ സ്ഥലവും, ലാസർ പോയ പറുദീസ മുകളിലത്തെ സ്ഥലവും. അപ്പോൾ ഈ യാതനാ സ്ഥലത്ത് പോയ ആളുകൾക്ക് പിന്നെ ഒരു വിടുതലില്ലെന്നാണ് കർത്താവ് ഈ ലാസറിൻ്റെ ഉപമയിൽ പറഞ്ഞത്. ആത്മാവിൽ അവൻ ചെന്നു, അതായത് യേശു അദൃശ്യനായിട്ട്. പത്രോസ് ലേഖനത്തിലുണ്ട് അവരിലുള്ള ക്രിസ്തുവിൻ്റെ ആത്മാവ്, പ്രവാചകന്മാരിലുണ്ടായിരുന്ന ക്രിസ്തുവിൻ്റെ ആത്മാവ്. അപ്പോൾ അദൃശ്യനായ ക്രിസ്തു നോഹയിൽ വ്യാപരിച്ച് നോഹയുടെ കാലത്തെ ജനത്തോട് പ്രസംഗിച്ചു. പക്ഷെ അവർ അനുസരിക്കായികയാൽ അവരിന്ന് യാതനാ സ്ഥലത്താണ്. അത്രയേ ഉള്ളൂ. ഇന്ന് യാതനാ സ്ഥലത്ത് കിടക്കുന്ന ആളുകളോട് അന്ന് ക്രിസ്തു നോഹയോട് കൂടി വ്യാപരിച്ച് പ്രസംഗിച്ചു. അത്രയേ ഉള്ളൂ. പ്രിയപ്പെട്ടവരെ, നോഹയ്ക്ക് പ്രത്യക്ഷനാകുകയും നോഹയോട് കൂടെ നടന്ന് പ്രസംഗിക്കുകയും പെട്ടകത്തിൻ്റെ വാതിലടയ്ക്കുകയും പിന്നെ നോഹ ഇറങ്ങി വന്നപ്പോൾ നോഹയുടെ ആരാധന സ്വീകരിക്കുകയും ചെയ്തത് വേറെ ആരുമല്ല, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവാണ്. അപ്പോൾ യേശുവിൻ്റെ പ്രത്യക്ഷതയായിരുന്നു അത്. യേശുവാകുന്ന പെട്ടകത്തിൽ കയറുവാനും യേശുവിനെ അനുസരിക്കാനും ആരാധിക്കാനും ജലപ്രളയമാകുന്ന സ്നാനത്തിലൂടെ കടക്കുവാനും പിന്നീട് ദൈവമക്കളോട് ചേർന്ന് ആരാധിക്കുവാനും തയ്യാറാകുന്ന പക്ഷം കർത്താവ് സൗരഭ്യവാസനം അണത്ത് നമ്മെയും അനുഗ്രഹിക്കും. തീർച്ചയായിട്ടും നമ്മുടെ തലമുറകൾക്കത് അനുഗ്രഹമായി തീരും. നോഹയുടെ തലമുറകൾക്കത് വലിയ അനുഗ്രഹമായി. കർത്താവിനെ സ്നേഹിക്കാൻ, സേവിക്കാൻ ദൈവം നമ്മെ ഏവരെയും ഒരുക്കട്ടെ, സഹായിക്കട്ടെ. കർത്താവിൻ്റെ വലിയ നാമം ഇന്ന് വന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ.